ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. എൻ്റെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ഒരു വ്ളോഗാണ്. ഞാൻ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുള്ള ചിന്തയിൽ ഞാനിത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സംഭവം വന്നിട്ട് ജാനുവരി 29 ആയിരുന്നു കേട്ടോ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇത് ഞാൻ അച്ഛനമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സർപ്രൈസ് കൊടുക്കണ ആർക്കും അറിയില്ലായിരുന്നു. ചേച്ചിക്ക് മാത്രമേ ആ ഒരു സമയമായപ്പോഴാണ് ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആഘോഷിക്കണില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുത്താണ്. വീട്ടിലാണെങ്കിൽ അച്ഛാമ്മ അച്ചാച്ചനൊക്കെ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോയേക്കിനായിരുന്നിട്ട് ആ ചേച്ചിമാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ ഈ ഫോണിൻ്റെ കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഫോൺ ഞാൻ വെഡിങ് ആനിവേഴ്സറി കുറച്ച് ദിവസം നേരം മുന്നേയിട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നോട് ആ ഒരു ടൈമിൽ അവർ വാങ്ങിക്കാൻ ആഗ്രഹിച്ച സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫോണാണ് കേട്ടോ ഇങ്ങനെ യൂസ് ചെയ്യലുള്ളത്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നോർമൽ ഫോൺ മാറ്റണം, ഒരു സ്മാർട്ട് ഫോൺ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്ത് കൊടുക്കാമെന്ന് എഴുതിയാണ്ട് ഞാൻ അച്ഛൻ അങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു കോഡ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ മെയിനായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മിഞ്ചി വാങ്ങിക്കണമെന്നാണ്. അതായത് നമ്മുടെ കാലിലിടുന്ന മിഞ്ചിയില്ലേ, ആ ഒരു ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ അതുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് രണ്ടുപേർക്ക് വാങ്ങിച്ചാൽ പക്ഷാഭേദം വെച്ചൊന്നും വാങ്ങിച്ചേക്കുന്നതല്ല കേട്ടോ. സംഭവം വെച്ചാൽ അമ്മയെ ആഗ്രഹിക്കുന്നത് ഫോൺ എടുത്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവർ വന്നതിന് മുന്നേയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് കേക്ക് ഇത് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ന് ഫ്രെയിം എടുക്കുന്ന ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി കേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയിൽ നിന്ന് ഞാൻ കേക്കൊക്കെ ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവർ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പോലെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വെക്കുന്ന ആ ഒരു തുണിയൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് ജസ്റ്റ് ലൈറ്റും അതുപോലെ തന്നെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഞാൻ പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ആ സംഭവം ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ എങ്ങും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നേരെ ഞാൻ പ്രിൻ്റ് എടുത്ത് അതൊക്കെ സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ കൊടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കണേനാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഫേസിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആൾക്ക് വിശ്വാസം ചെയ്ത് അങ്ങനെ നേരെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നേരെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിനോടാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളെയും കൊണ്ട് പറ്റണമല്ലോ, അവളും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ അവളുടെ വകയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നേരത്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനാ അതിനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. പുറത്തോട്ട് പോകണമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ഇതിൽ കാണുന്ന പോലെ റോസ് കളറുള്ള ഒരു ടൈപ്പ് കോഡ് സെറ്റാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മിഞ്ചി ഇതാണ് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നല്ലപോലെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചേച്ചി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തതൊക്കെ നമ്മൾ കഴിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ചിക്കനും പോട്ടി ഫ്രൈ അങ്ങനത്തെ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് വരാവേ. ബൈ ബൈ.